2016 കഴിഞ്ഞിട്ട് സൂര്യക്കൊരു ഹിറ്റ് പടം തിയേറ്ററിലില്ലടാ. കാത്തിരുന്ന് ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഇപ്പോൾ കറുപ്പ് വന്നത്. പ്രതീക്ഷ മുഴുവൻ RJ ബാലാജി എന്ന സംവിധായകനിലായിരുന്നു. കാരണം സൂര്യ എനിക്കൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. സൂര്യയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ കങ്കുവയ്ക്ക് മുന്നേ തന്നെ പോയിരുന്നതാണ്. പക്ഷെ പ്രതീക്ഷ RJ ബാലാജിയിലായിരുന്നു. അയാൾക്ക് ജനങ്ങളുടെ പൾസ് അറിയാം. അയാൾ അത്രയും അങ്ങനെ ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അയാൾക്കറിയാം ജനങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എന്ത് കൊടുത്താൽ അവർ ഹാപ്പി ആകുമെന്നുള്ള ഒരു ഗട്ട് ഫീലിംഗ് എവിടെ നിന്നൊക്കെയോ ഉണ്ടായിരുന്നു. കാരണം ക്രിക്കറ്റ് കോമൻറ്റേറ്ററാണ്, കൊമീഡിയനാണ്, നടനാണ്, ഡയറക്ടറാണ്, എല്ലാം കൊണ്ടും റൂട്ട് ലെവലിൽ ആളുകളെ നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു ഡയറക്ടറാണ് RJ ബാലാജി എന്ന് തോന്നിപ്പോയി. അത് പ്രതീക്ഷ തെറ്റിയില്ല എന്നാണ് തന്നെ പറയാൻ. കറുപ്പ് സിനിമയെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇന്നലെ സംസാരിക്കേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ SR പ്രഭുവും ഡ്രീം വാരിയർ പിക്ചേഴ്സും ഒക്കെ കാണിച്ച ചില പരിപാടികൾ കാരണം ഇന്നലെ പടം റിലീസായില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് ആ സിനിമ മാറ്റി. ഞാൻ ആദ്യം ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നലെ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമ ഇന്നത്തേക്ക് മാറ്റിയത് കാരണം ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. ഒന്ന്, ഫാൻ ഷോ. ഇന്നലെ ചാർട്ട് ചെയ്ത് വെച്ച രാവിലെ 9 മണിക്ക് ചാർട്ട് ചെയ്ത് വെച്ച ഫാൻ ഷോകൾ ഇന്ന് ഇല്ലാണ്ടായി. ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് RJ ബാലാജി പോസ്റ്റ് ഇടുന്നത് ഇന്ന് മുതൽ എല്ലാ തിയേറ്ററുകളിലും കറുപ്പുണ്ടാകുമെന്നുള്ളത്. ഇന്ന് പുലർച്ചെ 6 മണിക്ക് പോസ്റ്റ് ഇടുന്നു, ഇന്ന് എല്ലായിടത്തും പടം ഉണ്ടാകും. ഞാൻ പറയുന്നത് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഒരു സംവിധായകൻ്റെ സ്വപ്നം, ഡ്രീം, ഒരു നടൻ്റെ ഇത്രയും വർഷത്തെ അധ്വാനം ഇതെല്ലാം തകർന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. അതിലുള്ള വിഷമം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഇന്നലെ കാണാൻ പറ്റാതെ പോയവരുടെ ലീവ് എടുത്തിട്ട് പോയവരുണ്ട്. ഇന്നലെ ലീവ് എടുത്തവരുണ്ട് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഹാഫ് ഡേ ലീവ് എടുത്തവരുണ്ട്. പല ദൂരത്ത് നിന്നും പെട്രോൾ ഒടിച്ച് തിയേറ്ററിലേക്ക് വന്നിട്ട് ഷോ ഇല്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോയവരുണ്ട്. അവരെയൊക്കെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇന്ന് അവരൊക്കെ പടം കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയില്ലോ എന്ന് പോലും അറിയത്തില്ല. ബഹുഭൂരിപക്ഷം സൂര്യ ആരാധകർ അല്ലെങ്കിൽ സൂര്യയെ സ്നേഹിക്കുന്നവർ പോകുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് വിലയുണ്ട് എന്ന് ഈഗോ അടിച്ച് നിൽക്കുന്ന സ്വാഭാവികമായിട്ട് കുറച്ച് പേർക്ക് പോവില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു പടം റിലീസ് ചെയ്തിട്ട് അർദ്ധരാത്രി കൊണ്ടാണ് തീരുമാനിക്കുന്നത് 9 മണിക്ക് ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ അർദ്ധരാത്രി വരെ കാത്തിരിക്കുന്ന സാധാരണ ആളുകളൊന്നും അല്ലല്ലോ. അവരൊക്കെ പതുക്കെ കാത്തിരിക്കുന്നവരല്ലേ, അവരൊക്കെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ, സോഷ്യൽ മീഡിയയിൽ നോക്കിയിരിക്കുന്നവരൊന്നും അല്ല. അവരൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എപ്പോഴും തോണ്ടിക്കൊണ്ടിരുന്ന് അപ്ഡേറ്റ് ഒന്നും നോക്കിയിരിക്കുന്നവരൊന്നും അല്ല. അങ്ങനെയുള്ള മാസ് ഓഡിയൻസിൻ്റെ കുറവ് സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ പടം കൊളുത്തിയാൽ ഇവരൊക്കെ തിരികെ വരും. ആദ്യത്തെ ഒരു പുള്ളിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊക്കെയാണ് ഇന്നലെ കാരണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് തോന്നിപ്പോയി. ഇനി പടത്തിലേക്ക് വരാം. സിനിമ സൂര്യ എന്ന് പറയുന്ന നടനെ എക്സ്പ്ലോർ ചെയ്യുന്ന മാസ് മസാല രീതിയിൽ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പല മൊമെൻറ്റ്സ് കിട്ടുന്ന ഒരു സിനിമയാണിത്. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കരമായ മാസമോ സംഭവമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ സിനിമ വളരെയധികം സ്ലോ എന്ന് പറഞ്ഞാൽ കഥ സ്ലോ ആണെന്നല്ല പറയുന്നത്, ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്ത് പോകുന്ന മലയാളം ആക്ടേഴ്സ് ഗംഭീരമായി പെർഫോം ചെയ്ത ഫസ്റ്റ് ഹാഫ്. ഇപ്പോൾ ഇന്ദ്രൻസ് ആയാലും അനഘയായാലും ഗംഭീരമായിട്ട് അവരുടെ പോർഷൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ് നമുക്ക് ഞെട്ടലുണ്ടാവില്ല, തമിഴർക്ക് ഞെട്ടലുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മളിവിടെ എത്രയോ കണ്ടതാണ്. ഇന്ദ്രൻസിൻ്റെ വേഴ്സറ്റാലിറ്റി നമുക്കറിയാം. അവിടെ അവർക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തൊരു കിടി നടനടാ എന്നൊക്കെ അവർക്ക് തോന്നുമായിരിക്കും. നമുക്ക് അങ്ങനെ ഞെട്ടലില്ല. പറക്കുന്നളിയിൽ പറയുന്ന പോലെ എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടമൊന്നുമില്ല എന്ന് പറയുന്ന പോലെ ഇന്ദ്രൻസിൻ്റെ ഈ പെർഫോമൻസ് നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം ഏത് രീതിയിൽ ആ പെർഫോമൻസ് കിഴിക്കുമെന്ന് നമുക്കറിയാം. അവർക്ക് ഭയങ്കര ഞെട്ടലായിരിക്കും, അത് സ്വാഭാവികം. അത് ആണ് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്. സൂര്യയുടെ ഇൻട്രൊഡക്ഷൻ ഭയങ്കരമായ സംഭവമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഫീൽ എനിക്ക് കിട്ടിയില്ല. ഒരു സ്ലോ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫിലേക്ക് തോന്നിയത്. കൊള്ളാം, സൂപ്പർ ഇൻട്രൊഡക്ഷൻ, മാസ് മസാല പടത്തിന് വേണ്ടി ഇൻട്രൊഡക്ഷൻ. ഇൻ്റർവൽ ബ്ലോക്ക് വാസ് നൈസ്. ആ ഇൻ്റർവൽ ബ്ലോക്കും അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് എടുത്ത് വെച്ചേക്കുന്നതും രസമുണ്ടായിരുന്നു. ഇതിൻ്റെ സിനിമ അണിയർ പ്രവർത്തകർ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഇമോഷണൽ പടമായിരിക്കും, സെക്കൻഡ് ഹാഫ് മാസ് മസാല പടമായിരിക്കും. ആൻഡ് അവർ ആ വാക്കിനോട് നീതി കൊടുത്തി. സെക്കൻഡ് ഹാഫ് വാസ് ഔട്ട് ആൻഡ് ഔട്ട് മാസ് മസാല പടം. ഇതിനകത്ത് കുറച്ച് ക്രിഞ്ചടിപ്പിക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മാസ് മൊമെൻറ്റ്സ് ക്രിഞ്ചാവുന്ന രീതിയിലുള്ള സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊരു പോപ്കോൺ വസൂലായിട്ട് ഒരു 2.5 മണിക്കൂർ, കൃത്യം 2.5 മണിക്കൂർ ഒരു മാസ് മസാല പടം നിങ്ങൾ കാണാൻ പോവുകയാണെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് വർത്ത് ദ ഫിലിം. അത് തന്നെയാണ് ഈ പടത്തിനെ പറ്റിയും പറയാനുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഓഡിയൻസും ഈ പടം സ്വീകരിച്ചിരിക്കുന്നത്. സൂര്യ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കങ്കുവൊക്കെ കണ്ട് ചെവിയും പൊട്ടി തലയും വേദനിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയ ആരാധകർക്ക് ഇതൊരു ഭയങ്കര ഫീസ്റ്റാണ്. ടീസറിൽ കാണിച്ച പോലെ ഫീസ്റ്റ് ബൈ RJ ബാലാജി. ആ ഒരു ഫീസ്റ്റ് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചു. ഇതിനകത്ത് വേറെ ആരെപ്പറ്റിയും പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്കിതിനകത്ത് 2 പേരെ പറ്റി സംസാരിക്കാനുണ്ട്. അതിലെ ആദ്യത്തെ വ്യക്തിയാണ് സായി അഭ്യങ്കർ. സായി ഈ പടത്തിന് ചെയ്ത് വെച്ചേക്കുന്ന ആൽബംസിനെ പറ്റി ഞാൻ ആദ്യം സംസാരിക്കും. ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെരപ്പയായാലും റാത്ത് റാസറായാലും ഗോഡ് മോഡായാലും കറുപ്പ് കൂടവ, ഈ 4 പാട്ട്
കേട്ടെന്ന് ലൂപ്പടിച്ച് സൂര്യ ആരാധകർ കുറേ നാൾ കൊണ്ട് ഇത് ലൂപ്പടിക്കുകയാണ്. അത് ലൂപ്പടിക്കുന്നതിന് കാരണമുണ്ട്. കാരണം ഇത് 4 വൺ ഹെൽ ഓഫ് എ ബാങ്ങർ സോങ്സാണ്, സൂപ്പർ പാട്ടുകൾ. അതായത് സായ് ഒരുമാതിരി തനിക്ക് ട്രിബ്യൂട്ട് സൂര്യ എത്രമാത്രം ഇഷ്ടമാണോ അതനുസരിച്ച് ട്രിബ്യൂട്ട് അടിച്ച് വെച്ച പോലെയാണ് സായി ഇതിനകത്ത് പണി ചെയ്ത് വെച്ചേക്കുന്നത്. ആ ട്രിബ്യൂട്ട് കൃത്യമായിട്ട് പട്ടത്തിലും ഉണ്ടായിരുന്നു. BGMs ഓവർ ദ ടോപ്പ് BGM, അതായത് കിടിലം BGM. അതനുസരിച്ച് ആ പാട്ടുകളും കൂടെ ഒക്കെ വന്നപ്പോഴേക്കും ഒരു ഫെസ്റ്റിവൽ മൂഡ് പടം. ഞാൻ പറയുന്നത് ഇത് ദയവ് ചെയ്തത് ഫോണിൽ കാണാനുള്ള പടമല്ല, ഇത് നിങ്ങൾ കൂട്ടത്തോടെ ഇരുന്ന് തനാസേർന്ന കൂട്ടമായിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് ഒരു മാസ് മസാല ആഘോഷമാക്കാനുള്ള സിനിമയാണ് കറുപ്പ്. ആ ആഘോഷം അളവ് കൃത്യമായിട്ട് വർക്കായി കഴിഞ്ഞാൽ പൊളിക്കാൻ പറ്റുന്ന പടമാണ് കറുപ്പ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതവർ നേരത്തെ പറഞ്ഞിരുന്നതാണ്, ട്രെയിലറും ടീസറും ഒക്കെ നൽകിയ സൂചന അത് തന്നെയാണ്. ഇതിന് ഇനി പൈറേറ്റഡ് കോപ്പിയോ അല്ലെങ്കിൽ തിയേറ്റർ പ്രിൻ്റൊക്കെ വരുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. വരരുത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലാ പടത്തിലും അത് വരുന്നുണ്ട്. അതൊക്കെ ആരെങ്കിലുമൊക്കെ ഫോണിലിരുന്ന് കാണുമ്പോൾ വിഷമം തോന്നും. അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. ഒരു 150 രൂപ മുടക്കി തിയേറ്ററിൽ പോയി കണ്ടുപോക്ക്. നിങ്ങളൊരു മാസ് മസാല സിനിമ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ പടം നിങ്ങൾക്കുള്ളതാണ്, അത് തന്നെ കൊടുക്ക്. നമ്മൾ പറഞ്ഞു തന്നത് സായിയെക്കുറിച്ചാണ്. സായി എന്താല്ലേ, സായി ഊരും ബ്ലഡൊക്കെ വെച്ചിട്ട് ഊരും ബ്ലഡ് മാത്രമേ ചെയ്യാറുള്ളൂ, അതിൻ്റെ ഒരു പല വേർഷൻസ് വെച്ചെന്നൊക്കെ പറഞ്ഞ് അയാളെ കളിയാക്കി. അയാൾ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. സായി വാസ് ഓസം. അയാളുടെ ചോരയും നീരും വിയർപ്പും രക്തവും എല്ലാം കൊടുത്ത് ഈ പടത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത പോലെ തോന്നി. ചോരയും രക്തം ഒന്നല്ലേ, എന്താ ആവട്ടെ, എല്ലാം കൊടുത്തിട്ടുണ്ട് പുള്ളി. ഹാർട്ട്, മൈൻഡ്, സോൾ, ബോഡി എല്ലാം ഇതിനകത്ത് ഒഴുക്കിയതുപോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ആർ ജെ ബാലാജിയെ പറ്റി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ കാരണം അയാളുടെ എത്രയോ വർഷങ്ങൾ, 3-3.5 വർഷമായിട്ട് അയാൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എത്രയോ സംവിധായകരെ സൂര്യ റിജക്റ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ പോലും സെലക്ട് ചെയ്തത് 3 സംവിധായകരാണ്. ഒന്ന് വെങ്കി അട്ലൂരി, മറ്റൊന്ന് ജിത്തു മാധവൻ, മറ്റൊന്ന് ആർ ജെ ബാലാജിക്കൊക്കെ എന്തിനാണ് ഡേറ്റ് കൊടുക്കുന്നതെന്ന് പോലും സൂര്യയോട് അന്ന് പല ആരാധകരും ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി ആർ ജെ ബാലാജി കറുപ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആർ ജെ ബാലാജിയാണ് വില്ലൻ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പടം കാണും, ബാക്കി ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് രസമായിട്ടുള്ള പല ഹൈ മൊമെൻറ്റ്സ് അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. സൂര്യ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസമാണ്. കാരണം റോളക്സ് ഒക്കെ കണ്ട് സൂര്യ എമ്മാതിരി ഹൈ മൊമെൻറ്റ് തരുന്ന വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയാം. അത് 2K കിഡ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ റോളക്സ് എന്ന് പറഞ്ഞത്. അതിന് മുന്നേയും 6ഉം 5 എഴുത്തുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഉത്തരം കിട്ടിക്കോളും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സൂര്യക്ക് ഇറ്റ്സ് എൻ ഈസി കേക്ക് വർക്ക്, അത്രേ ഉള്ളൂ. സൂര്യ ഒരു നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്താൽ മതി, ആളുകൾ കയറിക്കോളും. ഒരു നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്ത് ഒന്ന് ഞങ്ങളുടെ കൈ തന്നാൽ മതി, ഞങ്ങളൊന്ന് വിജയിപ്പിച്ചോളാം. നിങ്ങൾ ഒരു ദിവസം ഡിലേ ആക്കിയേ, നിങ്ങൾ ഫാൻ ഷോ ഇല്ലാണ്ടാക്കിയേ, നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്യും, ഞങ്ങൾ വന്ന് പടം കണ്ട് വിജയിപ്പിച്ചോളാം എന്നുള്ള രീതിയിലാണ് ആരാധകർ നിൽക്കുന്നത്. സോ ആബ്സല്യൂട്ട് ഒരു ബാങ്ങർ വാച്ച്, അതാണ് കറുപ്പ് എന്ന് പറയുന്നത്. ഇത് മാസ് മസാല പടങ്ങൾ അതേ കോറിൽ ആഘോഷിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും മാത്രമേ ഇതിങ്ങനെ വർക്കാവൂ. അല്ലാത്തവർ എന്താ കാണിക്കുന്നതെന്ന് പോലും ചിന്തിച്ചു. എന്നാൽ ഈ ജോണർ അതാണെന്നും ഇത് അങ്ങനത്തെ ഒരു പടമാണെന്നും ഇതൊരു ഫാൻറ്റസി കലർന്ന സബ്ജക്റ്റും കൂടെ വെച്ചിട്ടൊരു മാസ് അപ്പീൽ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ദിസ് ഇസ് 100% എൻ്റർടൈൻമെൻറ്റ് ഫിലിം. ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. അത് അങ്ങനെയാണെന്ന് ചിന്തിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് ഈ സിനിമ പെട്ട പടമായിരിക്കും. അങ്ങനെ അല്ലാതെ കീറി മുറിക്കാനും ഡൈസെക്റ്റ് ചെയ്യാനും ഇതിനകത്ത് ലോജിക്ക് എവിടെയാണ്, ഇത് അങ്ങനെ സംഭവിച്ചപ്പോൾ ഇങ്ങനെ വന്നത് എങ്ങനെയാണ്, ചങ്ങല കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പടമല്ല ഇത് എന്നുള്ളതാണ്. ജോണർ അനുസരിച്ച് പടം കാണുന്നവർക്ക് ദിസ് ഇസ് എ പെർഫെക്റ്റ് വാച്ച് എന്നുള്ളത് തന്നെയാണ് തോന്നിയത്. പ്രൊഡക്ഷൻ ഡിസൈനർ അരുൺ വെഞ്ഞാറമൂട്, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും ഞാൻ വിചാരിച്ചില്ല അദ്ദേഹം ഇത്ര വലിയ സംഭവമാണ് ഈ പടത്തിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളത്. എന്താ റിച്ച്നെസ്! GK വിഷ്ണുവിൻ്റെ സിനിമാറ്റോഗ്രഫിയും ആ സെറ്റും എല്ലാം കൂടെ വരുമ്പോഴുണ്ടല്ലോ സൂപ്പർ. ഇത് ഗംഭീര ഐറ്റമൊക്കെ നമ്മുടെ ഈ കിട്ടുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു താണ്ഡവം ആടാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചേക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്ന പോലെയാണ് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ആവുകയും ചെയ്തു. ടെക്നിക്കൽ ടീംസൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം തിയേറ്ററിൽ വർക്കാവുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇതെല്ലാം വർക്കൗട്ടായി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്. നെഗറ്റീവ് ഫാക്ടറായിട്ട് തോന്നിയത് ഈ ഇമോഷണൽ ആസ്പെക്റ്റ് ഒന്ന് ജസ്റ്റ് കുറയ്ക്കായിരുന്നു. ഞാൻ കൂടിപ്പോയെന്നോ അങ്ങനത്തെ ബഹളം ഒന്നും അല്ല ഞാൻ പറയുന്നത്. കുറച്ചിട്ട് മാസ് മൊമെൻറ്റ്സ് കൂടുതൽ കയറ്റി തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സന്തോഷമായെന്ന് തോന്നിപ്പോയത് മാത്രമാണ് പറഞ്ഞു പോയത്. പിന്നെ ഈ
എന്താ പറയുക, അസ്ഥിക്ക് പിടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഇതിൻ്റെ കോർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കുറേ പേർക്ക് അസ്ഥിക്ക് പിടിക്കുന്ന കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് അവർ വർക്ക് ചെയ്തേക്കുന്നതും ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിപ്പോയി. സോ ദിസ് ഈസ് അബൌട്ട് കറുപ്പ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാനിതെല്ലാം ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവും ഈ തിയേറ്റർ റെസ്പോൺസിൻ്റെ ആളുകളുടെ പെർസ്പെക്റ്റീവും അവർ പറയുന്ന വാചകങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ഡൈല്യൂട്ടഡ് ഫാക്ടറായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓഡിയൻസിനും വർക്കായിട്ടുണ്ട്, ഫാൻസിനും വർക്കായിട്ടുണ്ട്. അങ്ങനെ ഒരു റെസ്പോൺസോടുകൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരാധകരെ സൂര്യ പടം കണ്ടിട്ട് വന്നിട്ട് കുറച്ച് നാളായി. അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുകയും ചെയ്തത്. സോ ദിസ് ഈസ് അബൌട്ട് കറുപ്പ്. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ആഴ്ച ദൃശ്യം 3 ആണ് മേജർ റിലീസായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ കറുപ്പ് കണ്ടവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.